തലസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. വിവിധ ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ചും വരുന്ന തിങ്കളാഴ്ച നിയമസഭാ മാർച്ചും സംഘടിപ്പിക്കും. ആലപ്പുഴയിൽ ആശമാരുടെ കളക്ടറേറ്റ് മാർച്ചിന് ബദലായി CITU മാർച്ച് നടത്തും. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ, എന്താണെങ്കിലും 18ാം ദിനത്തിലേക്ക് സമരം എത്തി നിൽക്കുമ്പോൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാർ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും അധിക്ഷേപ പരാമർശങ്ങളും ഉൾപ്പെടെ വരുമ്പോഴും അവർ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും സംഗീത, ഈ സമരവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ തുടരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ജില്ലാ തലത്തിലടക്കം വളരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ആശാവർക്കർമാർ തയ്യാറാകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും അതിനോടൊപ്പം കൊല്ലം, നാളെ കോഴിക്കോട്, കൊല്ലം ജില്ലകളിലും കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കും. ജില്ലാ തലത്തിലടക്കം സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കളക്ടറേറ്റ് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വരുന്ന തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ഇവരുടെ സമരപന്തലിലേക്ക് യൂത്ത് കോൺഗ്രസും ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും അതിനോടൊപ്പം പൊതുപ്രവർത്തകരും സാധാരണ ജനങ്ങളും എല്ലാം തന്നെ ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപന്തലിൽ എത്തിച്ചേർന്നിരുന്നു. പ്രധാനമായും ആശാവർക്കർമാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം സർക്കാർ പല വിധത്തിൽ തങ്ങളുടെ സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മഹാസംഗമത്തിൽ പങ്കെടുത്തിരുന്ന സാമൂഹ്യ പ്രവർത്തകർക്കും അതിനോടൊപ്പം തന്നെ ആശാവർക്കർമാർക്കും കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോലിയിൽ കയറണമെന്നാവശ്യപ്പെട്ട് NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറും ആശാവർക്കർമാർക്ക് നോട്ടീസ് അയക്കുകയുണ്ടായി. ഇത്തരം സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നിലവിൽ ആശാവർക്കർമാർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ അവരുടെ പ്രതിനിധികളോട് സംസാരിച്ചിരുന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ 18ാം ദിവസവും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള ഈ സമരപന്തലിൽ ആശാവർക്കർമാർ ഒത്തുകൂടിയിരിക്കുന്നത്. എന്തായാലും തങ്ങൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യമായ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതിനോടൊപ്പം വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക, പെൻഷൻ അനുവദിക്കുക, ഈ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ, ഒരു ചർച്ചയ്ക്ക് വിളിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. സംഗീത, ഹാൻസ, ഈ തിങ്കളാഴ്ച നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുമ്പാകെ തന്നെ മന്ത്രിതലത്തിൽ ഇത്തരത്തിലൊരു ചർച്ചയ്ക്കായി വിളിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടോ? എത്തരത്തിലാണ് അവരുടെ ഈ ഘട്ടത്തിലുള്ള പ്രതീക്ഷകൾ? CITU അടക്കമുള്ള ഭീഷണികൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ബദലായിട്ടുള്ള അവരുടെ സമരമാർഗങ്ങളോട് ബദലായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് നടക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകുന്ന ഒരു തരത്തിലും ഐക്യകണ്ഠേനമായി തന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം അത് ഈ ഘട്ടത്തിലും അത് എത്തരത്തിലാണ്? സംഗീത, പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമവായ ചർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാർ തലങ്ങളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ സമരം ആരംഭിക്കുന്നത് ഈ മാസം 10ാം തീയതിയാണ്. അതിനുശേഷം സമരം ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവർ ഉന്നയിച്ച 5 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. മുടങ്ങിക്കിടന്നിരുന്ന ഓണറേറിയം എത്രയും പെട്ടെന്ന് നൽകുമെന്നും അതിനോടൊപ്പം തന്നെ ഓണറേറിയത്തിന് ഒരു 10 മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ഈ മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കുന്ന സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവർ ഉന്നയിച്ച 3 ആവശ്യങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 ആവശ്യങ്ങൾ, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക, ഈ 3 ആവശ്യങ്ങൾ സർക്കാർ ഇതുവരെ പരിഗണിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കോ കടന്നിട്ടില്ല. ചർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് താൻ വീണ്ടും തുടർ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ പോയി സമരം ചെയ്യാനും തയ്യാറാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും ഇവരുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിളിക്കാനോ അതിനൊരു നീക്കം നടത്താനോ സർക്കാർ തലത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന 3-ന് നിയമസഭയിലേക്ക് ഇവർ ശക്തമായ മാർച്ച് നടത്തുന്നത്. കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് 18 ദിവസമായി ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. പക്ഷേ അതുമാത്രം പോരാ, സർക്കാരിൻ്റെ കണ്ണു തുറക്കണമെങ്കിൽ ഇനിയും ശക്തമായ രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച ആയിട്ടുള്ള മാർച്ച്
3-ന് നിയമസഭയിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചിലേക്കും മഹാസംഗമത്തിൽ പങ്കെടുത്ത തരത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള ആശാവർക്കർമാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തീർച്ചയായും ഹാൻസ് അത് തന്നെയാണ് സർക്കാരിന്റെ കണ്ണ് തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിശക്തമായ സമരവുമായി മുൻപോട്ട് പോകുക എന്നുള്ളതും തന്നെയാണ് ആശമാരുടെ മുമ്പിലുള്ള ഏക മാർഗം. അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. സമരപന്തലിൽ നിന്നുമാണ് ഹാൻസ് ജോൺ വിശദാംശങ്ങൾ പങ്കുവച്ചത്.